ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഉടുപ്പിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ ചെറിയ കുട്ടികളുടെയാണ്. ഒരു വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഈ പേപ്പറിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വലുതാക്കി കാണിച്ചു തരാം. അപ്പോൾ അതിലുള്ള ആ ഒരു മേലത്തെ പോർഷനാണ് ഇലാസ്റ്റിക് വെക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ആ ഒരു തുണിയിൽ തന്നെയാണ് ആക്കുന്നത്. അതുപോലെ മറ്റൊരു പീസ് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആദ്യം തന്നെ ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗം അത് പ്ലീറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തത് 20 ഇഞ്ച് വിഡ്ത്തും അതേപോലെ ലെങ്ത്ത് 12.5 ഇഞ്ചുമാണ്. ഇനി ബോഡി പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്ക് വശത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊരു പീസാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്കും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് 2 പീസ് കട്ട് ചെയ്യാം. അതിനുശേഷം ബോഡിയുടെ മേലത്തെ പോർഷൻ ഫ്രണ്ട് ഭാഗത്തേ വെക്കുന്നുള്ളൂ. അപ്പോൾ അത് പിന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനൊരു 8-8.5 ഇഞ്ചാണ് എടുക്കുന്നത്. ബോഡി ഞാനൊരു 13 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല, എന്നാലും ഒരു വലിയ സൈസിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഈ ഒരു പീസ് മാത്രമാണ് ബാക്കിൽ കൊടുക്കുന്നത്. ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒരു എക്സ്ട്രാ പീസും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിൽ ഒരു പീസാണ് ബാക്ക് വശത്ത് വരുന്നത്. അപ്പോൾ മേലത്തെ പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തത് ഒരു 3 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ്. അപ്പോൾ നെക്കിൻ്റെ അവിടെ 2 ഇഞ്ച് മതിയാകും. മേലത്തെ ഭാഗത്ത് 2.5 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഇനി മേലത്തെ ഭാഗത്ത് ഷോൾഡർ ഇല്ല, അതിന് പകരം 2 നാടയാണ്. അപ്പോൾ അവിടെ ഇലാസ്റ്റിക് വെച്ചൊരു വലിയുന്ന ടൈപ്പിൽ നാട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ബാക്ക് വശത്തേക്ക് ആ ഒരു നാടക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇത്ര ലെങ്തി ആയിട്ട്
നാട മുറിക്കുന്നത് ഇലാസ്റ്റിക് വെക്കുന്നത് കൊണ്ടാണ്. നോർമലായി വെക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം ലെങ്ത് ആവശ്യമില്ല. ഇനി ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ബോഡിക്ക് മാത്രമാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നുള്ളൂ. താഴത്തെ ഭാഗത്ത് ലൈനിങ് ഇല്ല. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് കട്ട് ചെയ്യാനുള്ളത്. ഇനി ഫ്രണ്ട് ഭാഗത്തൊരു പട്ടയും അതിൻ്റെ മേലെ കുറച്ച് ഫ്ലവേഴ്സും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെയും പട്ടക്കുള്ള പീസും വേറെ പീസാണ് മുറിക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പട്ടക്കുള്ള ഒരു വീതി അത്ര മതി. അപ്പോൾ ആ ഒരു ഷൈനിങ് പീസ് ഫ്ലവറിനും ബ്ലാക്ക് പട്ടയാണ് വെക്കുന്നത്. അപ്പോൾ അതിനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.